നമസ്കാരം. നിലമ്പൂരിൽ ആര് ജയിക്കും? ഈ ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു വ്യക്തമായ ചിത്രം നിലമ്പൂരിൽ തെളിയുന്ന സമയത്തൊക്കെ തന്നെ വലിയ ചർച്ചയാണ്. ഷൗക്കത്ത് ജയിക്കും എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ ലീഗ് അത്ര രസത്തിലല്ല നിൽക്കുന്നത് എന്ന് കേൾക്കുന്നു. അൻവർ ജയിക്കും എന്ന് പറയുന്നവരുണ്ട്. അൻവറിന് എത്ര വോട്ട് കിട്ടും എന്ന് വരെ കണക്കാക്കിയിരിക്കുന്നവരുണ്ട്. എം സ്വരാജ് ജയിക്കും എന്ന് പറയുന്നവരുണ്ട്. CPM ആണെങ്കിൽ സകലമാന ആളുകളുടെയും പിന്തുണ, ഇനി SDP-ക്കാരല്ല ആര് വന്നാലും ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ. അപ്പോൾ സ്വരാജ് ജയിക്കാനുള്ള സാധ്യതയും ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത് ഒരു വിലയിരുത്തലാണ്. ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരനും ചിന്തകനുമായ ശ്രീ ഷാബു പ്രസാദ് അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. സ്വരാജ് ജയിക്കും എന്നുള്ള ഒരു നിരീക്ഷണമാണ് ശ്രീ ഷാബു നടത്തിയിരിക്കുന്നത്. അപ്പം ഇത് മാതൃഭൂമി വാർത്തയായി നൽകിയിട്ടുണ്ട്. അതായത് BJP പക്ഷ നിരീക്ഷകൻ പറയുന്നു സ്വരാജ് ജയിക്കും എന്നുള്ളത്. അത് മാതൃഭൂമിക്ക് ഒരു വലിയ വാർത്തയായിരിക്കാം. എന്തായാലും ശ്രീ ഷാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വ്യാപകമായി ചർച്ചയാകുന്നുണ്ട്. എന്താണ് പോസ്റ്റ് എന്നൊന്ന് നമുക്ക് നോക്കാം. നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും, അടുത്ത 10 മാസം അയാൾ മന്ത്രിയുമാകും. അല്പം കൂടിയ നിരീക്ഷണമാണ്. അതായത് ജയിക്കുക മാത്രമല്ല, അടുത്ത 10 മാസത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാകാനുള്ള ഭാഗ്യവും സ്വരാജിന് ഉണ്ടാകും എന്ന് ശ്രീ ഷാബു പ്രസാദ് വിലയിരുത്തുന്നു. നിലമ്പൂർ CPM-ന്റെ ഉരുക്കുകോട്ടയാകും. കാലാകാലങ്ങളായി കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളിലെ വലിയൊരു വിഭാഗം BJP-ക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യാതെ വിട്ടുനിൽക്കും. 2026-ലെ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന UDF-ന്റെ ശവമടക്കിന്റെ ഒരുക്കമാണ് നിലമ്പൂർ. മൂന്നാം ഓടത്തിലൂടെ CPM-ന്റെ. അപ്പം ഇവർ രണ്ടുപേരും ഉടൻ തന്നെ UDF-ഉം LDF-ഉം നാമാവിശേഷമാകും എന്നാണ് ഷാബു പ്രസാദ് വിലയിരുത്തിയിരിക്കുന്നത്. വാരരെ എങ്ങും പോകല്ലേ, അത് സന്ദീപ് വാര്യരോടാണ്. വാരരെ എങ്ങും പോകല്ലേ, കോൺഗ്രസുകാരെ പറ്റിച്ച് മേടിച്ച കാശും ഗൾഫിൽ നിന്ന് കിട്ടിയ ഐഫോണുകൾ വിറ്റ കാശും ഒക്കെ സൂക്ഷിച്ചു വെച്ചോ, അടുത്ത ഇലക്ഷനിൽ എടുത്തു വീശാനുള്ളതാ. എന്നിട്ട് 8 നിലയിൽ പൊട്ടി പണ്ടാരം അടങ്ങിയിട്ട് വേണം അച്ഛനുണ്ടാക്കിയ റബ്ബർ തോട്ടത്തിലെ റബ്ബർ വെട്ടി സുഖമായിട്ടൊന്ന് ജീവിക്കാൻ. ലേ അൻവർ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വളരെ ചെറിയൊരു പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നു. ഇതിനകത്ത് വ്യക്തമായൊരു രാഷ്ട്രീയ നിരീക്ഷണമുണ്ട്. കാരണം നിലമ്പൂർ എന്ന മണ്ഡലത്തെ ഒരിക്കലും കേരളത്തിന്റെ ഒരു പരിച്ഛേദമായി നമുക്ക് കാണാൻ സാധിക്കില്ല. നിലമ്പൂരിൽ ജാതീയ സമവാക്യങ്ങൾക്കും മറ്റ് ചില രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും ഒക്കെ തന്നെ വലിയ പ്രാധാന്യം തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നത് സത്യമാണ്. പിന്നെ അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും അവിടെയുണ്ട്. അപ്പൊ പലതരത്തിൽ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകാനുള്ള, വിഘടിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതൊക്കെ തന്നെ അത്തരത്തിൽ വന്നാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് സാധാരണഗതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും സാധാരണ തെരഞ്ഞെടുപ്പാണെങ്കിലും കടന്നു വരാറ്. മാത്രമല്ല, കോൺഗ്രസിനുള്ളിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇപ്പോൾ ലീഗ് ഉന്നയിച്ചിരിക്കുന്ന UDF-നുള്ളിലെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് വലിയ തോതിൽ കോൺഗ്രസിനെ ബാധിക്കും. ആര്യാടൻ ഷൗക്കത്ത് ആയതുകൊണ്ട് കുറെ വോട്ട് പിടിക്കാം എന്നുള്ളതല്ലാതെ കോൺഗ്രസിന് വ്യക്തമായ ഒരു രാഷ്ട്രീയ മുഖം ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ല. പുതുപ്പള്ളിയിൽ ജയിച്ചു എന്നുള്ളത് ശരിയാണ്, പാലക്കാടും ജയിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും വ്യക്തമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് ഇതുവരെ ഈ 8-9 കൊല്ലമായിട്ടും സാധിച്ചിട്ടില്ല, UDF-ന് സാധിച്ചിട്ടില്ല എന്നത് സത്യമാണ്. 2026-ൽ ഞങ്ങൾ അധികാരത്തിൽ വരും, 100 സീറ്റിന് കൂടുതൽ വാങ്ങി അധികാരത്തിൽ വരും, ജനങ്ങൾക്ക് വാക്ക് തരുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം VD സതീശൻ പ്രസംഗിക്കുന്നത് മനോരമ ന്യൂസിൽ കേട്ടു. എന്തായാലും സതീശൻ കോട്ടുമൊക്കെ തയ്പ്പിച്ചിരിക്കുകയാണ്. സതീശനെ പോലെ തന്നെ KC വേണുഗോപാലുണ്ട്, K സുധാകരനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ഇനി ശശി തരൂരിന്റെ പേര് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ സണ്ണി ജോസഫിന്റെ പേര് കൂടി പറഞ്ഞാലും തെറ്റൊന്നുമില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറഞ്ഞാലും തെറ്റൊന്നുമില്ല മുഖ്യമന്ത്രിയാകാൻ. അപ്പം ഇങ്ങനെയുള്ള കോൺഗ്രസിന്റെ ഈ അവസാനത്തെ ആണിയടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നത് ആണ്. അതുകൂടിയാണ് ശ്രീ ഷാബു പ്രസാദ് ഈ ഒരു പോസ്റ്റിലൂടെ വിലയിരുത്തിയിരിക്കുന്നത്. ആര് ജയിച്ചാലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ജയിക്കട്ടെ, നിലമ്പൂർകാർക്ക് MLA ഉണ്ടാകട്ടെ. സ്വരാജ് ജയിച്ച് മന്ത്രിയാകാൻ വേണ്ട എല്ലാ ആശംസകളും നേരുന്നു. നന്നായി തന്നെ വരട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലെ ഒരു യുവ മന്ത്രിയായി അങ്ങേക്ക് ശോഭിക്കാൻ സാധിക്കട്ടെ ശ്രീ M സ്വരാജ് എന്നുകൂടി ആശംസിച്ചു.